മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. എവിടെയും ചർച്ച എമ്പുരാനാണ്. അപ്പോൾ ഇന്ന് ഞാൻ NDTV-യിലും അതുപോലെ ഇന്ത്യ ടുഡേയിലൊക്കെ നമ്മുടെ ദേശീയ ഇംഗ്ലീഷ് ചാനലുകളാണല്ലോ, ആ ചാനലുകൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിനകത്തും എമ്പുരാൻ്റെ വിവാദ വിഷയങ്ങൾ തന്നെയാണ് സ്ക്രോളിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടുക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലാലേട്ടൻ അഭിനയിച്ച എമ്പുരാനാണ്. മാത്രമല്ല 5 ദിവസം കൊണ്ട് 200 കോടി 5 ദിവസം കൊണ്ട് 200 കോടി നേടുന്ന ആദ്യത്തെ മലയാള സിനിമ. അതുപോലെ തന്നെ 48 മണിക്കൂറിനുള്ളിൽ 100 കോടിയിലെത്തിയ മലയാള സിനിമ. ഇനിയും റെക്കോർഡുകൾ ഒരുപാട് മറികടക്കാനുണ്ട്. മുൻ റെക്കോർഡുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് ബുക്ക് മൈ ഷോയിൽ ക്രാഷ് സംഭവിച്ചത് ബുക്കിങ്ങിൻ്റെ ബൂമിങ് കൊണ്ട് അത് എന്താ പറയുക സ്തംഭിച്ചു പോയ, ബുക്ക് മൈ ഷോ സ്തംഭിച്ചു പോയ ഒരേ ഒരു സിനിമയുള്ളൂ ഇന്ത്യയിൽ തന്നെ. മാത്രമല്ല 2025 ലോക സിനിമയിൽ എടുക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമയും എമ്പുരാനാണ്. ലോക സിനിമയിൽ 2025 കളക്ഷൻ നോക്കുമ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എമ്പുരാനാണ്. മലയാളി എന്ന രീതിയിൽ, നമുക്ക് സിനിമ ആസ്വാദകർ എന്ന രീതിയിൽ അഭിമാനിക്കാവുന്ന നേട്ടം. വിവാദങ്ങളെ നമുക്കതിൻ്റെ വഴിക്ക് വിടാം.